എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എടോ മതി, ഒന്ന് കരഞ്ഞിട്ടെങ്കിലും ഹൃദയത്തിന്റെ ഭാരം ഒന്ന് ഒഴിയട്ടെ എന്ന് കരുതി നോക്കിയെന്ന ഇന്ദ്രൻ അല്പം കഴിഞ്ഞത് അവർക്കിടയിലേക്ക് വന്നു. ഇങ്ങനെ കരയാതെ, താൻ കരഞ്ഞിട്ട് അവളും കരയുന്നുണ്ടില്ലേ? അത് കേട്ടതും ശിവയിൽ നിന്ന് വേർപെട്ട് മായ കണ്ണുകൾ അമർത്തി തുടച്ചു. ശിവയുടെ കണ്ണുകളും അവൾ ചുരിദാറിന്റെ ഷോളിനാൽ തുടച്ചു. മോള് വീട്ടിലേക്ക് പോയിക്കോ, അമ്മയച്ഛനും തിരക്കുന്നുണ്ടാവും, മായ അവളെ നോക്കി പറഞ്ഞു. അവൾ സങ്കടത്തോടെ മൂളി. വാ കയറ്. ശിവയെ നോക്കി പുഞ്ചിരിച്ച് ഇന്ദ്രൻ മായക്ക് ഡോറൂർന്നെടുത്തു. മോളെ പോയി വരാം, ശിവയോട് പറഞ്ഞുകൊണ്ട് അവനും കയറി. ഒരു നിമിഷം ഇന്ദ്രന്റെ കാർ അകന്നകന്ന് പോകുന്തോറും ശിവയുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. മോളെ ശ്രീകുട്ടി, മാളു ഉറങ്ങാനായില്ലേ രണ്ടാൾക്കും? ദേ ഞങ്ങൾ എത്തി മാമി. മാളു താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിക്കൊപ്പം താഴേക്ക് ഇറങ്ങി. ടീ എണീക്ക്. ശ്രീകുട്ടി വല്ലായ്മയോടെ മാളുവിനെ നോക്കി. ഒന്നുമില്ല, നീ വരാൻ നോക്ക്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അത്രമാത്രം കരുതുക. എല്ലാവരോടും കൂളായിട്ട് പെരുമാറുക, അപ്പൊ തന്നെ നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവും. എന്താ മാളു, ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മാമി, ആൾക്കൊരു കുഴപ്പമില്ല. എന്നാ ഇറങ്ങാല്ലേ? സത്യൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തെ നോക്കി തലയാട്ടി. മോളെ, നിനക്ക് ഇന്നലത്തെ കാര്യത്തിൽ ഒരു സങ്കടവും വേണ്ട കേട്ടോ. ശ്രീഹരി പറഞ്ഞില്ല, നീ കേട്ടല്ലേ? അതുകൊണ്ട് കഴിഞ്ഞൊക്കെ മറക്കുക, എല്ലാം മറന്നിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. സമയമാകുമ്പോൾ നല്ലൊരാൾ എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും കണ്ടെത്തി തരും. ശ്രീകുട്ടിയുടെ മുഖം ശ്രദ്ധിച്ച സത്യൻ അവൾ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്റെ മാമ, അവൾക്കൊരു സങ്കടവും ഇല്ല, എല്ലാം അവൾ ഇന്നലത്തോടെ മറന്നു, ബാക്കിയുള്ള ഇന്നും. ഇനി അതൊന്നും ഓർത്ത് അവൾ വേദനിക്കില്ല. പിന്നുണ്ടല്ലോ, ഇന്ന് വൈകിട്ട് അവൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോട്ടെ. ഇന്നോ? അതൊന്നും വേണ്ട മാളു, ഉമ്മ പെട്ടെന്ന് പറഞ്ഞു. പ്ലീസ് മാമി, 2 ദിവസം അവൾ വീട്ടിൽ വന്ന് നിൽക്കട്ടെ, അത് അവൾക്കൊരു ചേഞ്ച് ആവും. മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും ചെയ്യും. എന്നാ അവൾ പോയിക്കോട്ടെ ഉമ്മേ. ശരി, 2 ദിവസം നിന്നിട്ട് വന്നോണം. വരാമ്മ, ശ്രീകുട്ടി ഒരു പുൻസിരിയോടെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു മാറ്റം അവളും ആഗ്രഹിച്ചിരുന്നു. മാള് കൂടെയുള്ളതുകൊണ്ട് ഓക്കെ ആവും. ഇവിടെ ആകുമ്പോൾ ഡെയിലി ഇന്ദ്രേട്ടനെ കാണും, അപ്പൊ സങ്കടം കൂടുകയുള്ളൂ. ആഹാ, ഇതാരൊക്കെയാ? കയറി വാ സത്യ. സത്യനും ഉമ്മയും ശ്രീമംഗലം വീട്ടിലേക്ക് കയറിയതും മുത്തശ്ശി പുഞ്ചിരിയോട് അവരെ വരവേറ്റു. മോളെ ശ്രീകുട്ടി. ആ, മാളുമോളും ഉണ്ടായിരുന്നോ? എല്ലാവരും ഇരിക്കും. അപ്പോഴേക്കും മുത്തശ്ശനും ആളിലേക്ക് വന്നു. ശ്രീഹരി ഉമ്മയുടെ വീട്ടിൽ പോയത് അവിടെ ഉണ്ടായ കാര്യങ്ങളും അവിടുന്ന് വന്നതും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സറിഞ്ഞ പോലെ എല്ലാവരും പെരുമാറി. എന്തെങ്കിലും പറഞ്ഞിട്ട് ആന്റിയെ വീണ്ടും വേദനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുതെന്ന് അവൻ പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും നല്ലപോലെ പെരുമാറിയതും ഉമ്മയുടെ മുഖത്ത് എന്തെന്നില്ലാതെ സന്തോഷം നിറഞ്ഞു. സത്യൻ മുത്തച്ഛനോട് സംസാരിക്കാനിരുന്നു. ഉമ്മ പുഞ്ചിരിയോട് അടുക്കളയിലേക്ക് നീങ്ങി. ശ്രീയേട്ടാ. ശ്രീഹരി ഓഫീസിൽ എന്തോ വർക്ക് തന്നെ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശില്പ റൂമിലേക്ക് വന്ന് ലാപ്പിൽ നിന്ന് തല ഉയർത്തി ശില്പയെ നോക്കി അവനൊന്ന് മൂളി. ശ്രീയേട്ടൻ ബിസിയാണോ? അങ്ങനെയൊന്നുമില്ല. എന്താ താൻ പറഞ്ഞോ? ഒന്നില്ല, വെറുതെ ചോദിച്ചതാ. മൈ പോയോ? ഇല്ല, ഏട്ടൻ ശ്രേയുടെ കൂടെയുണ്ട്, ആളെ വീട്ടിലേക്ക് തിരിച്ചുണ്ടാവാൻ വന്നാ. ഓഹോ, എന്നാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞേക്ക്. പറഞ്ഞിട്ടുണ്ട്. താഴെ വന്ന്. അത് ഉമാൻറ്റി അങ്കിളും ശ്രീകുട്ടിയും മറ്റേ ആ പെണ്ണും. മറ്റേ പെണ്ണോ? അതാരാ? അത് അങ്കിളുടെ പെങ്ങളുടെ മോളില്ലേ, അവള്. എന്താ അവൾക്ക് പേരില്ലേ? ഉണ്ട്, മാളു. ശില്പ ദേഷ്യം ഉള്ളിലേക്ക് പറഞ്ഞു. ഓ, അവര് വന്നോ? അതെ ശ്രീയേട്ടാ. എന്താ തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ശില്പയുടെ പരിങ്ങൾ കണ്ട് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവനവളെ നോക്കി. അത് പറ. നമുക്ക് വൈകിട്ട് പുറത്തുനിന്ന് പോയാലോ? പോവാലോ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. സത്യമാണോ ശ്രീയേട്ടാ? അതേടാ, പോവാം. താങ്ക്സ് ശ്രീയേട്ടാ. ആളൊരു പുൻസിരിയോട് അവനെ നോക്കി. അപ്പോഴാണ് പുറത്തൊരു വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ടത്. ഇന്ദ്ര വന്നു തോന്നുന്നു. ശ്രീഹരി ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ശില്പയെ നോക്കി റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നടന്നു. അപ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന മായയെ അവൻ ശ്രദ്ധിച്ച്. വല്ലാതെ തളർന്ന ഭാവം. അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമെന്ന് മുത്തശ്ശൻ പറഞ്ഞതായിരുന്നു. ഇതിപ്പോ വീട്ടിൽ പോയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായതുപോലെ ഉണ്ടല്ലോ, എന്തായിരിക്കും? അവൻ ആലോചനയോടെ തലയിൽ തടവി. ഇതെല്ലാം അവന്റെ പിന്നിൽ കണ്ടുകൊണ്ടിരുന്ന ശില്പയുടെ മുഖമിരുണ്ടു. ദേഷ്യം ഇരച്ചേറിയതും അവൾ വെട്ടിത്തിരിഞ്ഞ് താഴേക്ക് പോയി. ഇന്ദ്രനും മായും ഹാളിലേക്ക് കയറി വരുമ്പോൾ കണ്ടു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ. മായയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ശില്പയും പിന്നാലെ മഹിയും ശ്രേയയും. ആ, നിങ്ങൾ എത്തിയോ? അവർക്കിടയിലേക്ക് ചോദിച്ചുകൊണ്ട് മുത്തശ്ശനും കടന്നു വന്നു. ആ മുത്തശ്ശ. ഇന്ദ്രൻ മറുപടി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. എന്തായി മോനെ, മായയുടെ വീട്ടിൽ പോയായിരുന്നോ? പോയി. എന്നിട്ട് എന്താ മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ചോദിച്ച യശോദയായിരുന്നു. അത് അമ്മേ. എന്താടാ മക്കളെ? മുത്തശ്ശൻ ചോദിച്ചതും ഇന്ദ്രൻ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ദ്രനെല്ലാം പറഞ്ഞു കഴിഞ്ഞതും പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ച് മായ റൂമിലേക്ക് ഓടി. എല്ലാവരുടെയും മുഖത്ത് സങ്കടം നിറഞ്ഞെങ്കിലും അതുവരെ മുഖം വീർപ്പിച്ചിരുന്ന ശില്പയുടെ മുഖം വിടർന്നു. അവൾ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു, ആരും കാണാതെ. ആ സന്തോഷവും പുൻസിരിയും അവൾക്ക് പിറകെയുള്ള മഹിയിലേക്കും പടർന്നിരുന്നു. പക്ഷെ കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ശ്രീഹരിയുടെ ഹൃദയം നേറി. തന്റെ അരിയിലൂടെ മുകളിലെ റൂമിലേക്ക് കയറിപ്പോയവളുടെ അടക്കി പിടിച്ചുള്ള തേങ്ങലിൽ അവന്റെ ഉള്ളം പൊള്ളിപ്പിടഞ്ഞു. സാരില്ല മോനെ, നീ അവിടെ അരികിലേക്ക് ചെല്ല്.
മുത്തശ്ശൻ ഇന്ദ്രനെ തട്ടി പറഞ്ഞു. ഇന്ദ്രൻ എല്ലാവരെയും നോക്കി മുകളിലേക്ക് കയറി. ഏട്ടാ. മുകളിലേക്ക് കയറുമ്പോൾ കോണിപ്പടിയിൽ നിൽക്കുന്ന ഏട്ടന്റെ കൈകളിൽ അവനൊന്ന് പിടിച്ചു. ചെല്ല്. ശ്രീഹരി ഇന്ദ്രനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ചെല്ല്. മുത്തശ്ശൻ പറഞ്ഞു. എല്ലാവരും അവരുടെ വഴിക്ക് പോയി. ഉച്ചയ്ക്ക് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. മായക്കൊന്നും വേണ്ടായിരുന്നു. എന്നിരുന്നാലും എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് കുറച്ച് ഭക്ഷണം അവളും കഴിച്ചു. അതിനിടയിൽ ഭക്ഷണം കഴിച്ച് മായി ശ്രേയയും കൂട്ടി വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങി. സത്യനുമയും വീട്ടിലേക്ക് പോയി. ശ്രീഹരി അവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയും ആളും അവിടെ നിന്നു. പിന്നെ പോവാമെന്ന് ശ്രീകുട്ടി പറഞ്ഞിട്ടും അത് പറ്റില്ലെന്ന് പറഞ്ഞ് ശ്രീഹരി അവരെ പിടിച്ചു നിർത്തി. പക്ഷേ ഇതൊന്നും അറിയാതെ ശ്രീഹരിയെ തന്റെ വരുതിയിലാക്കാൻ അവസരം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ശില്പ. സമയം പോകുന്തോറും ശില്പ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. വൈകിയാണെങ്കിലും ശ്രീയേട്ടൻ തന്റെ വഴിക്ക് വരുന്നുണ്ടല്ലോ എന്നോർത്തതും അവളുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി നിറഞ്ഞാടി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന ചിന്തയിൽ അവൾ ആശ്വാസം പൂണ്ടു. വൈകിട്ട് ശ്രീഹരി ഫ്രഷായി താഴേക്ക് ഇറങ്ങി. പിന്നാലെ ശില്പയും. ശ്രീകുട്ടി, മാളു. ഹാളിലെത്തിയ ശ്രീഹരി നീട്ടി വിളിച്ചു. ഞങ്ങൾ റെഡിയാ ശ്രീയേട്ടാ പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അങ്ങോട്ട് വന്നു. പിന്നാലെ മാളു. ആ വന്നോ, എന്നാ പോവാ. ഓക്കെ ശ്രീയേട്ടാ. ശില്പ ശ്രീഹരിയെ കടുപ്പിച്ചെന്ന് നോക്കി. എന്താ താൻ വരുന്നില്ലേ? അല്ല ശ്രീയേട്ടാ, നിങ്ങൾ താലിയിട്ട് എന്നെയാണോ അതോ ഇവരെയാണോ? ശ്രീഹരി തിരിഞ്ഞെന്ന് ചോദിച്ച ശില്പ ദേഷ്യത്താൽ പൊട്ടിത്തെറിച്ചു. എന്ത് മനസ്സിലായില്ല? മുന്നോട്ടിടന്ന ശ്രീഹരി തിരിഞ്ഞടന്ന് ശില്പയുടെ അരികിലേക്ക്. ശ്രീയേട്ടനൊന്നും മനസ്സിലാവായിട്ടല്ല, മനസ്സിലാവാത്ത പോലെ നടിക്കുക. എന്താ ശില്പ ശരിക്കെന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാനല്ലേ നിങ്ങളോട് പുറത്തു പോകാന്ന് പറഞ്ഞ്? നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവര്. ശില്പയുടെ വാക്കിട്ടതും ശ്രീകുട്ടിയും ആളും തറഞ്ഞു നിന്നു. ശ്രീഹരിക്ക് പെരുത്തു വരുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ? പത്മാങ്കൂട്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും അവിടെ നേരെ നോക്കി. അമ്മ ഇത് കണ്ടോ, ഞാനും ശ്രീയേട്ടനും പുറത്തു പോകാൻ ഇറങ്ങിയതാ. അതിനിടെ ഇവരെന്തിനാ? ഞങ്ങൾക്കൊരു പ്രൈവസിയൊക്കെ വേണ്ടേ? സത്യത്തിൽ ഞാൻ അമ്മയുടെ മകന്റെ ഭാര്യ തന്നെയാണോ അതോ? പറഞ്ഞു തീർന്നില്ല. ശ്രീഹരിയുടെ കൈ ശില്പയുടെ കവിളിൽ പതിഞ്ഞു. അതേടി, നിനക്കറിയില്ലെങ്കിൽ അറിഞ്ഞോ, നീ എന്റെ ഭാര്യ തന്നെയാ. ഭാര്യയായ അതിന്റെ സ്ഥാനത്ത് നിൽക്കുകയും വേണം. പക്ഷെ ഇവരുണ്ടല്ലോ. ശ്രീഹരി ശ്രീകുട്ടിയെയും മാളുവിനെയും രണ്ടു ഭാഗത്തായി ചേർത്ത് പിടിച്ചു. ഇവനെന്റെ അനിയത്തിമാരാ. ആ ബന്ധത്തിൽ മറ്റൊരു പേര് ചേർക്കാൻ നിന്നാ മോളെ ശില്പ. നീ നിന്റെ വീട്ടിലിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട, ഓർത്തു വെച്ചോ. താഴ്ന്നു വരുമ്പോ താരീക്കാരെന്നുള്ള നിന്റെ വിചാരമുണ്ടല്ലോ, അത് ഈ ശ്രീമംഗൽ താണുകളുടെ അടുക്കൽ നടക്കില്ല. താഴെ ആളിലെ ശബ്ദം കേട്ടപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തിയിരുന്നു. മായക്കത് കണ്ട ഉള്ളിൽ വേദന നിറഞ്ഞു. ശ്രീയേട്ടനെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. അവന് ദേഷ്യം കണ്ടു വേണ്ടെന്ന് പറയാൻ അവൾ അങ്ങോട്ട് നീങ്ങിയെങ്കിലും ഇന്ദ്രൻ അവിടെ കൈകൾ പിടിച്ചു. അരുതെന്ന അർത്ഥത്തിൽ. അതോടെ അവൾ നിന്നിടത്ത് തന്നെ നിന്നു. ഓനെ വേണ്ട മുത്തശ്ശ. മുത്തശ്ശൻ വിളിച്ച് അവൻ അദ്ദേഹത്തെ തടഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ അടുത്തേക്ക് ആരും വരണ്ട. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, അതെല്ലാവരും മനസ്സിലാക്കുക. അവസാനം പറഞ്ഞു നിർത്തിയതും അവന്റെ കണ്ണുകൾ തറഞ്ഞിരുന്ന മായയുടെ മുഖത്താണ്. ആ നോട്ടത്തിൽ അവിടെ നെഞ്ചു വല്ലാതെ നീറി. നീ വരുന്നീ വാ. ശ്രീകുട്ടി, മാളു വാ. ശില്പയോട് പറഞ്ഞുകൊണ്ട് ശ്രീഹരി എല്ലാവരെയും നോക്കി. ശില്പ ആകെ അപമാനത്തോടെ നിൽക്കുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടിയിട്ടിയ കവിൾ അമർത്തി തുടച്ചവൾ ദേഷ്യത്തോടെ മായയെ നോക്കി. ഞാനില്ല എങ്ങോട്ടും, തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ കാറ്റുപോലെ റൂമിലേക്ക് പോയി. ആ പോക്കിൽ അവളുടെ കണ്ണുകൾ ദേഷ്യത്താൽ കത്തിച്ചൊളിച്ചു. ശ്രീയേട്ടാ, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. ഏയ് വേണ്ട, വാ നമുക്ക് പോവാ. ശ്രീകുട്ടി അവനെ നോക്കി പറഞ്ഞു. ശ്രീഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ശ്രീയേട്ടാ, ശ്രീകുട്ടി പറഞ്ഞ പോലെ ഇപ്പൊ വേണ്ട, പിന്നെ ഒരിക്കലാവട്ടെ. അതല്ല, എനിക്ക് ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചും പോകണം. പിന്നെ ഏട്ടൻ പറഞ്ഞുകൊണ്ട് നിന്നോന്ന് മാത്രം. ഈ ഒരു കാര്യത്തിന് ശ്രീയേട്ടന് ടെൻഷനൊന്നും വേണ്ട, നമുക്ക് ഇനിയും പോവാനോ. ശ്രീയേട്ടൻ റൂമിലേക്ക് ചെല്ല്, ഏടത്തിയെ സമാധാനിപ്പിക്കും. മാളു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. ശ്രീഹരി തലകുടഞ്ഞ്. അവരുടെ ആ പോക്ക് അവനിൽ വല്ലാത്തൊരു സങ്കടം നിറച്ചിരുന്നു. ഇത്രയും നാളില്ലാത്തൊരു വേദന അവരിൽ നിറഞ്ഞു നിന്നു. എല്ലാവർക്കും മുമ്പിൽ വല്ലാതെ ചെറുതായി പോയതുപോലെ. ദേഷ്യമുള്ളിൽ അലയടിച്ചതും ആരെയും നോക്കാതെ അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവന്റെ വണ്ടി ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. വീട്ടിലുള്ളവർ ഓരോരുത്തരും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ശ്രീഹരിയുടെ പെരുമാറ്റം എല്ലാവരിലും വല്ലാത്ത വേദന നിറച്ചു. തെറ്റുപറ്റിപ്പോയോ ദൈവമേ എന്നുള്ള ചോദ്യം പത്മത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോയിട്ടും ഒരുവളിൽ മാത്രം അതെല്ലാം ഒരു തീരാ കണ്ണുനീരായി പെയ്തിറങ്ങി. ശിവ. ശോഭ വീട്ടിലെ ജോലികളെല്ലാം ഒരുവിധം ഒതുക്കിയതും ശിവയും തിരക്കി വന്നതാണ്. ഉച്ചക്കത്തെ ഭക്ഷണം ഇതുവരെ കഴിച്ചില്ല. ഓരോ ജോലിയിൽ അങ്ങനെ തിരക്കായി പോയി. മായുള്ളപ്പോൾ ലീവുള്ള ദിവസം പോലും നാം വല്ലാതെ അടുക്കളയിൽ കയറാറില്ല. അതിനവൾ സമ്മതിക്കാറുമില്ല. ഇതിപ്പോ ജോലി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോലും സമയം കിട്ടില്ല. മാധവേട്ടൻ നേരത്തെ കഴിച്ചു. അപ്പോൾ മുതൽ ശിവയെ വിളി തുടങ്ങിയതാ. ഈ പെണ്ണ് എവിടെ പോയി? മനസ്സിൽ പിറുവിറുത്തുകൊണ്ട് ശോഭ മായയുടെ റൂമിന് നേരെ ചെന്നു. റൂമിലേക്ക് എത്തി നോക്കിയതും കണ്ടു ശിവ ബെഡിൽ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു. ശിവാനി, എത്ര നേരമായി ഞാനിങ്ങനെ വിളിച്ചു പോകുന്നു, നിനക്കൊന്ന് വിളി കേട്ടൂടെ? അമ്മയുടെ അലറൽ കേട്ടതും ശിവ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അമ്മയെ എന്താണെന്ന ഭാഗത്തിലൊന്ന് നോക്കി. എന്താടി, നിനക്കിന്ന് ചോറൊന്നും വേണ്ടേ? സമയം 3 കഴിഞ്ഞല്ലോ. എനിക്കൊന്നും വേണ്ട, സ്വന്തം കഴിച്ചാൽ മതി. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ വന്ന് കഴിക്കാൻ നോക്ക്. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു.
എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ എന്താ പട്ടിണി എടുക്കാൻ പോവാണോ? ആ അങ്ങനെ കൂട്ടിക്കോ. എന്തിനാണാവോ ഈ നിരാഹാരം? മനസ്സിലാവുന്നില്ല. എന്തിനായാലും അമ്മയ്ക്കെന്താ? ഓ എന്നാ അവിടെ കിടന്നോ, കഴിക്കണ്ട, എനക്ക് വിശക്കുന്നു. വരുന്നുണ്ട് ഈ വാ. അല്ലെങ്കിലും മക്കൾ എന്തായാലും അമ്മയ്ക്കൊന്നുമില്ലല്ലോ. തിന്നാലെന്ത്, കുടിച്ചാലെന്ത്, കരഞ്ഞാലെന്ത്, അതൊന്നും അമ്മയെ ബാധിക്കില്ലല്ലോ. ശിവ വേണ്ട, നീ എന്നെ പഠിപ്പിക്കാൻ നോക്കല്ലേ. അവളെ അമർഷത്തോടെ നോക്കി മുന്നോട്ട് പോകുന്നവർ അവളുടെ വാക്ക് കേട്ട് വീണ്ടും അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ശിവ നിന്നോടാ പറയുന്നത് കേട്ടില്ലെങ്കിൽ നല്ല വീക്ക് വെച്ച് തരും. ഓ അതൊക്കെ പണ്ട്, അമ്മ അതൊന്നും പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. എന്താ ഇവിടെ മനുഷ്യനൊന്ന് കിടക്കാനും സമ്മതിക്കില്ലേ നിങ്ങൾ അമ്മയും മോളും? അതൊക്കെ നിങ്ങളുടെ പുന്നാര മോളോട് ചോദിച്ചു നോക്ക്. ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചില്ല, അത് ചോദിക്കാൻ വന്നതിനാ എന്റെ നേരെ ഈ അലർച്ച. എന്താ ശിവ പ്രശ്നം? നിനക്കെന്താ കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട. അച്ഛനെ നോക്കി ഒറ്റവാക്കിൽ പറഞ്ഞവൾ നിർത്തി. എന്തുകൊണ്ട്? അതിന് കാരണല്ലേ? കാരണം നിങ്ങളുടെ മൂത്ത മോൾ തന്നെ, അവൾ സങ്കടപ്പെട്ടു പോയതുകൊണ്ട് ഇവളിവിടെ പട്ടിണി. ശോഭ പറഞ്ഞു. ഓഹോ അതിനാണോ? എന്താ അവള് കഴിക്കണ്ട, വേണ്ടപ്പോ വന്ന് കഴിച്ചോട്ടെ. അച്ഛനും ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അയാൾ പറയുന്നതായിട്ടാണ് അച്ഛനും അമ്മയുടെ ചേച്ചിയെ വേദനിപ്പിക്കുന്നെങ്കിൽ ഇന്നലെ നാളെ ആ ചേച്ചി ഓർത്ത് നിങ്ങൾക്ക് അറിയും, അതെനിക്ക് ഉറപ്പാ. അറിഞ്ഞുകൊണ്ട് എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ശ്രീയേട്ടനുള്ള വിവാഹകാര്യത്തിൽ പോലും. പൊയ്ക്കോ രണ്ടാളും, എനിക്ക് കാണേണ്ട നിങ്ങളെ. ശിവ പറഞ്ഞുകൊണ്ട് അച്ഛനെ അമ്മയെ പുറത്തേക്കാക്കി വാതിൽ വലിച്ചടച്ചു. അവളുടെ കുഞ്ഞു മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടി. തന്റെ ചേച്ചിയിൽ മാത്രം അവളുടെ ഹൃദയം നിറഞ്ഞു നിന്നു. ഇനി എന്തിനാണോ താനിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇതിനോടൊക്കെ ഇന്ന് തന്നെ താൻ എത്ര വേദനിച്ചു, ഹൃദയം പൊട്ടി കരഞ്ഞു. ഇതിന് മാത്രം കണ്ണുനീര് നിന്റെ കയ്യിൽ എവിടുന്നാടാ? ആ സമ്പത്തിന് ശേഷം ഇപ്പോഴും അനിയത്തെക്കുറിച്ചും ശ്രീഹരിയെക്കുറിച്ചും ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവളെ നോക്കി ഇന്ദ്രൻ ഒരു തമാശയോടെ ചോദിച്ചു. അത് കേട്ടതുമായ കണ്ണുകൾ തുടച്ച് അവനെയും നോക്കി. ഞാൻ പറഞ്ഞത് സത്യമില്ലേ? എന്തിനാ താനിങ്ങനെ കരയുന്നു? അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യമുണ്ടോ? അതുമില്ല. ഞാനൊരു സത്യം പറയട്ടെ. ഇന്നലെ പ്രശാന്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി താലി കിട്ടുമ്പോൾ മനസ്സിലൊന്നും ഉറപ്പിച്ചിരുന്നു, ഈ കണ്ണുകൾ നിറയാനൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ലെന്ന്. ഇത് പക്ഷേ തന്നെ കണ്ണുനീരിന് ഞാനൊരു കാരണമാവുന്നില്ലെങ്കിലും ആ സമയം മുതൽ താനിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ വല്ലാത്തൊരു നീറ്റിലിങ്ങനെ ഉള്ളിൽ വന്ന് നിറയുക. വേദനയോടെ പറഞ്ഞിട്ട് ഇന്ദ്രൻ നിർത്തി. അവന്റെ ആ സംസാരവും മുഖത്തെ വേദനയും കണ്ടതും മായയുടെ ഉള്ളിൽ അവനെ ഓർത്ത് വേദന തോന്നി. ഇന്ദ്രേട്ടാ, അവൾ പതിയെ വിളിച്ചു. സോറി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ കരയില്ല, സങ്കടപ്പെടില്ല. അത് കേട്ടത് അവന് ചിരിയാണോ വന്ന്. എന്താ? അവന്റെ ചിരി കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് താനായതുകൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്ന ഈ വാക്കുകൾ. അത് കേട്ടത് അവളൊന്ന് പതറി. കാരണം ആ കാര്യത്തിൽ അവൾക്ക് പോലും അവളെ വിശ്വാസമില്ല. എന്നിട്ടല്ലേ മറ്റുള്ളവർ വിശ്വസിക്കുക. സാറില്ല, പോട്ടെ, ഇനി ശ്രദ്ധിച്ചാൽ മതി. സങ്കടപ്പെടാനും കരയാനും നിന്ന ഈ ജന്മം അതിൽ നിന്നൊരു മോചനം തനിക്ക് ഉണ്ടാവില്ല. അവനൊന്ന് നെടിയൂർപ്പെട്ടു. താൻ പോയിട്ട് എനിക്കൊരു കോഫി കൊണ്ടുപോവാ, ബാക്കിയെല്ലാം വിട്ടേക്ക്. തൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കോഫി കുടിക്കാൻ ഒരാഗ്രഹം. അവൻ പറഞ്ഞ് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്താ നിങ്ങൾ പോയില്ലേ? ശ്രീകുട്ടിയും ആളും ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറിയതുണ്ട് ചെടി നനയ്ക്കായിരുന്ന സത്യൻ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അത് മാമ, ഞങ്ങൾ പോയില്ല. അപ്പോഴേക്കും ഇതിനേറ്റം വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട്. നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ശ്രീകുട്ടിയും വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ആണോ? എന്നാ പിന്നെ അവൻ്റെ കൂടെ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി കേട്ടോ. അത് പിന്നെ അങ്ങനെയുള്ളൂ മാമ. ആ എന്നാ പോയി രണ്ടാളും റെഡിയാവുക. സത്യം പറഞ്ഞുകൊണ്ട് തന്നെ ജോലിയിലേക്ക് നീങ്ങി. മാളും ശ്രീകുട്ടിയുടെ സമാധാനത്തോടെ അകത്തേക്കും. മായ അടുക്കളയിൽ ഇന്ദ്രന് വേണ്ടി കോഫി ഉണ്ടാക്കിയായിരുന്നു. അപ്പോഴാണ് ശരീരത്തിൽ ഒരു കൈ വന്ന് വീണത്. അപ്രതീക്ഷിതമായി വന്ന തള്ളിൽ അവളാകെ വേശുപോയി. വീണു പോവാതിരിക്കാൻ അവൾ ചുമരിൽ അള്ളിപ്പിടിച്ചു. എന്താ മോളെ? എന്താന്നോ? അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലേ? എന്താടി പ്രശ്നം? ഓ, പ്രശ്നമൊന്നും അറിയാത്ത ഒരാള് എല്ലാ പ്രശ്നവും മുന്നിൽ കണ്ടിരുന്നിട്ട് ഉള്ളിൽ സന്തോഷിക്കല്ലേ നിങ്ങള്? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു പൊട്ടിയൊന്നല്ല. ശില്പ ഉറഞ്ഞുള്ളി. ഡീ മോളെ, നീ ഇങ്ങനെയൊന്നും പറയില്ലേ? നീ ചോദിച്ചെല്ലാം ഞാൻ നിനക്ക് നൽകിയില്ലേ? എന്നിട്ട് നിനക്ക് എന്നോട് ദേഷ്യം മാറിയില്ലേ? ഇതിന് മാത്രം എന്ത് തെറ്റാടി ഞാൻ ചെയ്ത്? മായയുടെ ശബ്ദമിളറി, കണ്ണുകൾ നിറഞ്ഞു. ഓ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പൂങ്കണ്ണീര്. അത് കണ്ടാൽ നീ ശില്പ വീഴില്ല. അതിനൊക്കെ ചേച്ചി വേറെ ആളെ നോക്കണം. മോളെ വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം അത് പറയാനാ വന്ന്. എന്ത് കാര്യം? ഈ ശ്രീമംഗലത്ത് നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ കാരണം ചേച്ചി ഒറ്റ ഒരാളാ. അവിടെ വീട്ടിലെ കാര്യങ്ങൾ അച്ഛൻ നോക്കിക്കോളും. പക്ഷേ ഇവിടെ ഈ ശ്രീമംഗലത്തെ ഒരാളും ഇനി എന്റെ നിനക്ക് മോശമായി പെരുമാറാൻ പാടില്ല. പ്രത്യേകിച്ച് ശ്രീയേട്ടനെ സ്നേഹിക്കാനും അതേപോലെ ഈ വീട്ടിലുള്ളവരെന്നോട് നല്ല രീതിയിൽ പെരുമാറാനും നിങ്ങൾ വിചാരിക്കണം. അതിനുടനെ ഒരു പരിഹാരം ഉണ്ടാക്കണം. പരിഹാരം കണ്ടില്ലേ ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കില്ല. മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ വീട്ടിലുള്ളവരെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയല്ല ആരെയും നമ്മുടെ വഴിക്ക് കൊണ്ടുവരേണ്ടത്. അവരറിയിക്കുന്ന സ്നേഹവും ബഹുമാനം കൊടുക്കുക. അപ്പൊ അവരിൽ നിന്നൊക്കെ തിരിച്ചും കിട്ടും. പിന്നെ ശ്രീയേട്ടനെ നീ നന്നായി സ്നേഹിച്ചാൽ തീരാവുന്നേ ഉള്ളൂ നിങ്ങൾക്കിടയിലെ പ്രശ്നം. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതല്ല, നീയായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാ. ഇന്ന് തന്നെ നീയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്. അവരും കൂടെ പോന്നിട്ടെന്ന് കരുതിയാൽ പോരായിരുന്നോ? നീ ഒരു കാര്യത്തിന് അങ്ങനെ വാശി പിടിക്കാൻ നിന്നാ പതിയെ ശ്രീയേട്ടൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. സത്യം.
ശ്രീയേട്ട ഒരു പാവം, അത് നീ ആദ്യം മനസ്സിലാക്ക്. ദേ മതി, നിർത്തിക്കോ. എന്റെ ഭർത്താവിന്റെ മേനുവൽ കേൾക്കാനല്ല ഞാൻ നിൽക്കുന്നത്, അതെനിക്കറിയാം നന്നായിട്ട്. ഇല്ല മോളെ, നിനക്കൊന്നും അറിയില്ല, അതാ നിന്റെ പ്രശ്നവും. ആ ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു, ചേച്ചിക്കെല്ലാം അറിയാലോ. പക്ഷേ ഇനി പറയാ, ശ്രീയേട്ടനോട് നിങ്ങൾ സംസാരിക്കണം, കാര്യമായിട്ട് തന്നെ. ഞാനോ? എന്ത് സംസാരിക്കാൻ? എന്റെ കാര്യം അല്ല എന്താ? എന്നോട് നല്ല രീതിയിൽ പെരുമാറാനും എന്നെ സ്നേഹിക്കാനും ഞാൻ പാവാണെന്നും ചേച്ചി ശ്രീയേട്ടനോട് പറയണം. ചേച്ചി പറഞ്ഞാൽ ശ്രീയേട്ടൻ കേൾക്കും. അവളെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിലുണ്ടാവില്ലെന്ന് കൂടി ചേച്ചി ശ്രീയേട്ടനോട് പറയണം. മോളെ ശില്പ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ സ്നേഹം ഇഷ്ടമൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവേണ്ടതാണോ? സ്വയം തോന്നേണ്ടതല്ലേ? അതൊന്നും എനിക്കറിയില്ല, ഇതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. നീയൊന്ന് പോയേ പെണ്ണെ, എനിക്കൊന്നും വയ്യ. ദേ ഞാൻ പറഞ്ഞ സത്യ, ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ ചേച്ചിക്ക് പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്, അത് മറക്കണ്ട. മോളെ നീ ഇത് എന്ത് ഭാവിച്ച? വർഷങ്ങളായിട്ട് നെഞ്ചിൽ കാത്തുവെച്ച എന്റെ പ്രണയ ഹൃദയം നേറിക്കൊണ്ട് ഞാൻ നിനക്ക് നൽകി. ഇനി നിനക്ക് എന്താ വേണ്ട? ഈ വീട്ടിലുള്ളവർ പാവങ്ങളാ, അവർ വെറുതെ വിടണം. പ്ലീസ്, പകരം നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊന്നും പറയാനുമില്ല. പ്ലീസ് മോളെ, വേണ്ട. നീ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? അതൊക്കെ എനിക്കറിയാം. ഇന്ന് തന്നെ ശ്രീയോട് സംസാരിച്ചോ? ഇല്ലെങ്കിൽ ഒരു കോഫിക്ക് പറഞ്ഞിട്ട് ഇത്ര നേരോ? ഇന്ദ്ര ആലോചനയുടെ ബെഡിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ശബ്ദമൊന്നും കേൾക്കുന്നില്ല, എല്ലാവരും വിശ്രമത്തിലാണ്. പതിയെ അവൻ കോണിപ്പടി ഇറങ്ങി. അപ്പോഴാണ് അടുക്കള ഭാഗത്ത് നിന്ന് ആരോ സംസാരിക്കുന്നത് കേട്ടത്. മായക്ക് സംസാരിക്കാൻ കൂട്ടുകാരെ കിട്ടിയത്, അതുകൊണ്ടായിരിക്കും ഇത്ര താമസം. ആരായിരിക്കും എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഇന്ദ്ര അടുക്കളയിലേക്ക് നീങ്ങി. അപ്പോഴാണ് മായക്ക് നേരെയുള്ള ശില്പയുടെ സംസാരവും ഭീഷണിയും. ശബ്ദമുണ്ടാക്കാതെ കുറച്ച് സമയം അവൻ അവർ കാണാതെ മറഞ്ഞു നിന്നു. ഇല്ലെങ്കിൽ അല്പസമയം എല്ലാം ശ്രദ്ധിച്ചെന്ന് ഇന്ദ്രൻ അങ്ങോട്ട് കടന്നു നിന്നു. പെട്ടെന്ന് മായയും ശില്പയും ഞെട്ടിലോടെ അവനെ നോക്കി. ചോദിച്ച കേട്ടില്ലേ? ഇല്ലെങ്കിൽ ശില്പ എന്ത് ചെയ്യുന്നു? അത് ഇന്ദ്രേട്ട, ഞാൻ... ആളൊന്ന് പതറി. അങ്ങനെയല്ല ഇന്ദ്രേട്ട, ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ പറയായിരുന്നു. ചേച്ചി ഇന്ദ്രേട്ടന് വീട്ടിൽ പോയിട്ട് അമ്മയച്ഛൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞ് ചേച്ചി സങ്കടം പറയായിരുന്നു. അത് കേട്ടത് മായ അമ്പരപ്പോടെ ശില്പയെ നോക്കി. എന്നിട്ട് സങ്കടം വേണ്ടെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയാലും ഞാൻ. ആണോ? തനിക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല ശില്പ. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതെ, നീയുമായി സംസാരിച്ച് കൂടുതലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ട ശില്പയുടെ മുഖത്തൊരു ആശ്വാസം മിന്നി പറഞ്ഞു. അത് കറക്റ്റായിട്ട് ഇന്ദ്രനെ ഒപ്പിയെടുത്തു. എന്നാലും പറയാ, ദൈവമുണ്ടല്ലോ നിന്റെ ചേച്ചി മായ. ഇന്ദ്രൻ മായയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മായ വെപ്രാളത്തോടെ ഇന്ദ്രനെ നോക്കി. ഇന്നലെ വരെ നിന്റെ ചേച്ചി മാധവനങ്കിളുടെ മകൾ, അങ്ങനെ ഓരോ സ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മായ ഈ ശ്രീമംഗലത്തെ അശോകന്റെ മകൻ ഇന്ദ്രന്റെ ഭാര്യ കൂടിയാ. അതുകൊണ്ട് പറയാ, മായ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം തീരുമാനിക്കുന്ന ശില്പയല്ല, മായവല്ല, അവളുടെ ഭർത്താവായ ഞാനാ. ഇന്ദ്രന്റെ സ്വരം കെടുത്തു. അതുകൊണ്ട് ശില്പയുടെ ഇതുവരെയുള്ള ഉടായ്പൊക്കെ നിർത്തി പോവാൻ നോക്ക്. ലക്ഷ്മി നിലയം മാധവന്റെ വീടല്ല ഇത്, ശ്രീമംഗലം ശ്രീധരന്റെ വീടാ, അത് മറക്കണ്ട. ശില്പയെ കടുപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് മായ നോക്കി അവൻ കണ്ണിയമ്മി. എവിടെയാണോ തന്റെ കോഫി? ഒരമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന മായ നോക്കി അവൻ ചോദിച്ചു. അതെ, ഇപ്പൊ തരാം. വെപ്രാളത്തോടെ അവനിൽ നിന്ന് മാറിയവൾ ഗ്യാസിന്റെ അടുത്തേക്ക് നീങ്ങി. വേഗം ഉണ്ടാക്കി വേണേ. അതും പറഞ്ഞ് ഇന്ദ്രൻ കിച്ചൺ സ്ലാബിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. ശില്പ, തനിക്ക് വേണോ കോഫി? ഒരു പേടിയോടെ നിൽക്കുന്ന അവളെ നോക്കി ഇന്ദ്രൻ ചിരിയോടെ ചോദിച്ചു. വേണ്ട. അതും പറഞ്ഞ് അവൾ അടുക്കളയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. താനെന്താണ് ഇങ്ങനെ നോക്കുന്നത്? ശില്പ പോയ വഴിയെ നോക്കിയ മായോട് ഇന്ദ്രൻ ചോദിച്ചു. കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ അവൾ പതറി. ഒന്നില്ല ഇന്ദ്രേട്ടാ. ആ സംസാരത്തിൽ അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭയവും വെപ്രാളവും അവൻ കാണുന്നുണ്ടായിരുന്നു. ശ്രീയേട്ടനുമായുള്ള വിവാഹത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞ അന്ന് മുതൽ അവളുടെ ഉള്ളിൽ എന്തോ കനലെരിയുന്നുണ്ടെന്ന് ഇന്ദ്രന് മനസ്സിലായതാണ്. ആ സംശയം ഇന്നത്തോടെ പൂർണ്ണമായി. ആരോടും തുറന്നു പറയാനാവാത്ത എന്തൊക്കെയോ വേദനകൾ സഹിക്കുന്നുണ്ടെന്ന് അവളുടെ മുഖം തന്നെ എഴുതി കാണിച്ചു.